കേരളത്തിലെ ഇടതു സർക്കാരിന്റെ മദ്യനയം അവരെ തന്നെ അപകടത്തിലാക്കുകയാണ്. വിശ്വസിച്ചവരും കൂടെ നിന്നവരും പിന്തുണച്ചവരും എല്ലാവരും തന്നെ സർക്കാരിനെ കൈവിടുകയാണിപ്പോൾ. ഏറ്റവും ഒടുവിൽ ഓർത്തഡോക്സ് സഭയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പാലക്കാട്ട് തുടങ്ങാനിരിക്കുന്ന ബ്രൂവറി വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. നമുക്കറിയാം, ഒട്ടനവധി സഭകളും അതുപോലെ മതമേലധ്യക്ഷന്മാരും അതിനോടൊപ്പം തന്നെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഇതിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പകരം പുതിയ മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് ലഹരി മാഫിയയെ പാലൂട്ടുന്നതിന് തുല്യമാണെന്ന് ഓർത്തഡോക്സ് സഭ തുറന്നടിച്ചിരിക്കുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കേവലം ഒരു പ്രതിജ്ഞയെടുപ്പ് മാത്രമായിരിക്കുന്നുവെന്നും അങ്ങനെ ആകരുത് എന്നും സർക്കാരിന് ഓർത്തഡോക്സ് സഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഉപയോഗത്തെ കുറിച്ച് പറയുന്ന ചലച്ചിത്രങ്ങൾ വരെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സഭ ഓർമ്മപ്പെടുത്തി. സഭയുടെ എപ്പിസ്കോപ്പൽ സുനഹോദസിലാണ് ഈ വിമർശനം ശക്തമായി വന്നിരിക്കുന്നത്. മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് പുതിയ തലമുറയെ അകറ്റി നിർത്താനുള്ള കർമ്മ പരിപാടികൾ സർക്കാർ തുടങ്ങണമെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, അടുത്ത കാലത്ത് സർക്കാരിനും ഇടതുമുന്നണിക്കും വലിയ പിന്തുണ നൽകിയവരാണ് ഓർത്തഡോക്സ് സഭ. വീണ ജോർജിനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തിയൊക്കെ CPM അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മധ്യ കേരളത്തിലും കുറച്ചൊക്കെ തെക്കൻ കേരളത്തിലും വലിയ ഗുണവും CPM-നും LDF-നും ഇതുവഴി കിട്ടിയിട്ടുമുണ്ട്. ഇനിയൊരിക്കലും അടുക്കാൻ പറ്റാത്ത വിധം അകലുകയാണ് സഭകൾ ഓരോന്നും LDF-ഉമായും CPM-ഉമായും. ഉറപ്പായും ഒരു കാര്യം പറയാം, ദില്ലിയിലെ കെജ്രിവാളിനെ പോലെ കേരളത്തിലും മദ്യനയം തന്നെയായിരിക്കും ഈ പിണറായി സർക്കാരിന് ചരമക്കുറിപ്പ് എഴുതാൻ പോകുന്നത് എന്നതിൽ തർക്കമില്ല. ദില്ലിയുടെ മദ്യനയവുമായി ഇതിനും സാദൃശ്യം ഏറെയാണുള്ളത്. കാരണം അതുമായി ബന്ധപ്പെട്ട് കേസിലകപ്പെടുകയും വലിയ വിമർശനങ്ങൾ കേൾക്കുകയും ചെയ്ത ഒയാസിസ് കമ്പനി തന്നെയാണ് പിണറായി വിജയനുമായും കേരളവുമായും ചർച്ച നടത്തിയിരിക്കുന്നത്. പാലക്കാട്ടെ എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്നതും ഈ ഒയാസിസ് കമ്പനിയാണ് എന്ന് വ്യക്തമായിരിക്കെ ദില്ലി മദ്യനയവും കേരളത്തിലെ മദ്യനയം വരാൻ പോകുന്നതും ഒരേ തരത്തിലായിരിക്കും എന്നുള്ളത് പിണറായി വിജയന്റെ ഭരണത്തിന് ഏറ്റവും അവസാനത്തെ ആണിയടിക്കാൻ പോകുന്ന ഒരു സംഭവമായി ബ്രൂവറി മാറിയിരിക്കുകയാണ്.